അബ്ദുൾ റഹീം ജയിൽ മോചിതനാകുന്നു എന്ന വിവരം അതിന്നുണ്ടാകണം എന്നൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കുടുംബം. റഹീമിൻ്റെ ഉമ്മ 18 വർഷങ്ങൾക്ക് ശേഷം റഹീമിനെ ജയിലിലെത്തി കണ്ട് ഉമ്മയും സഹോദരനും പോയാണ് കണ്ടത്. അവർ അല്പസമയം മുൻപാണ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. വലിയ പ്രതീക്ഷയിലാണ്. സുപ്രധാന ദിനം ആ വിധി ഇന്നുണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥന പ്രതീക്ഷയോടുകൂടി തന്നെ കഴിയുകയാണ്. ഉമ്മയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഉമ്മ, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അല്ലേ? കഴിച്ചിലായിട്ട് കണ്ട് എത്തട്ടെ. ഞാൻ പോയി എൻ്റെ മോനെ പോയി കണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. അതേമാതിരി കൊണ്ട് എത്തി കാണട്ടെ. മോനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടല്ലോ അവിടെ പോയിട്ട്. എന്തൊക്കെയാ പറഞ്ഞത് റഹീം? കുറേ പിടിച്ച് കുട്ടി കരഞ്ഞ് പിടിച്ച് കുറവ് ഒന്നാറ് വർത്താനം പറയാനും കഴിയണ്ട. ഇത്രയും കണ്ടിട്ട് ഇനി നാട്ടിൽ വന്നിട്ട് വർത്താനമൊക്കെ പറയാമെന്നല്ലാതെ കണ്ടതിനോട് കണ്ടാൽ തന്നെ സമാധാനമല്ല. എന്താ പറയുക, കണ്ട സന്തോഷത്തിലൊന്നും പറയാൻ പറ്റിയില്ലെന്നോ? എല്ലാവരും കുറേ കരച്ചിലൂടെയൊക്കെ കൂടി ചായ ഒക്കെ കൊണ്ടുപോയി തന്ന് ഓന് ചായ കൊടുത്ത് ഞാൻ ചായ കുടിച്ച് ഓലൊക്കെ ആയിട്ട് വർത്താനം ഓനെ അങ്ങനെ പോകുന്നു. പൂജ പോയിക്കോളി, ഞാൻ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. കാത്തിരിക്കന്നെ വന്നിട്ട് കാണട്ടെ. ഓന് കഴിച്ചിലാക്കി തരണ്ടേ. ഓന് കൂട്ടി പോരാന്ന് വിചാരിച്ചു. ഞാനോട്ട് പോകുന്നു. ഓന് എത്തി കിട്ടട്ടെ. സഹോദരനും പോയാണ് റഹീമിനെ കണ്ടത്. ഇന്ന് 11 മണിയോടെയാണ്, ഇന്ത്യൻ സമയം 11 മണിയോടെയാണ് കോടതി നടപടികൾ തുടങ്ങുക അല്ലേ? അതെ, അവിടെ റിയാദിൽ 8:30 മണിക്ക്, അതായത് ഇന്ന് 11 മണിക്ക് ഇന്ത്യൻ സമയം 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ശേഷം കേസ് എടുക്കും. പ്രതീക്ഷയിലാണ്, ഒന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ നിയമങ്ങളല്ലേ, കോടതിൻ്റെ എന്താണെന്നുള്ളത് അറിയില്ല. കേസ് ഓർഡർ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അനുകൂല ഒരു തീരുമാനം തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ അവൻ്റെ യാദൃശ്യമായ സംഭവമാണെങ്കിലും അത് മാപ്പ് നൽകിയോട് കൂടി റദ്ദ് ചെയ്തു, കേസ് റദ്ദ് ചെയ്തു. ഇനിയിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് പ്രൊസീജിയർ പ്രകാരമുള്ള ചെറിയൊരു എന്തെങ്കിലും ഒരു ശിക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതിപ്പോൾ 18 കൊല്ലം നിന്നത് കൊണ്ട് അത് ഔട്ടാവും, പുറത്താവും. അതോടുകൂടി പിന്നെ ജയിൽ മോചിതനാവാനുള്ള കേസ് ഓർഡർ ആയിരിക്കും മിക്കവാറും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ റഹീം ഇവിടുന്ന് ജോലി തേടി പോയതാണ്. നിങ്ങൾ പോയി കണ്ട സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്? ഇല്ല, നമുക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടുള്ളൂ. ഒരു മണിക്കൂർ, അരമണിക്കൂറിലധികം, അങ്ങനെ ഒരു ആകെ 5-10 മിനിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ വേറെ ഒരു അമീർ വഴി പോയത് കൊണ്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടി. അപ്പോൾ അതിൽ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും സാധിച്ചില്ല. എന്നാലും നമ്മൾ 18 വർഷത്തെ ആ ഒരു കാണാത്ത ഒരു എന്താ പറയുക, സങ്കടവും ദുഃഖവും ഒക്കെപ്പാട്, എന്താ പറയുക, സന്തോഷവും ഒക്കെപ്പാട് നിറഞ്ഞിട്ടുള്ള ആ ഒരു കൂടിച്ചേരലായിരുന്നു. പിന്നെ നല്ല മാറ്റം വന്നിട്ട്, നല്ല എന്താ പറയുക, 18 കൊല്ലം ജയിലിൽ നിന്നിട്ടുള്ള ഒരു നല്ലൊരു മാറ്റം തന്നെ. തടിയും ലൈറ്റൊക്കെ വെച്ച് പോകുന്ന ആ രൂപത്തിനെക്കാട്ടൊക്കെ ആൾ ഉഷാറായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും പ്രതീക്ഷിക്കുകയാണ്, വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആ ഒരു ഇതിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. മോചനത്തിന് വേണ്ടി നമ്മൾ താണ്ടിയ കടമ്പകൾ വളരെ വലുതാണല്ലോ അല്ലേ? ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തി സ്വപ്നത്തിൽ കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ തുക വളരെ പെട്ടെന്ന് സമാഹരിക്കാനൊക്കെ പറ്റിയല്ലോ. അതെ, നമ്മളിപ്പം ഒന്നും ഇല്ലാത്തടത്താണല്ലോ നമ്മൾക്കിപ്പം 34 ചോദിച്ചപ്പോൾ 47 എത്തിയത്. 40 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ 47 കോടി 40 കോടിയിലൊക്കെ എത്തുക പറഞ്ഞാൽ ആളുകൾ തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഉമ്മാൻ്റെ കരച്ചിൽ, ആ ഒരു ദുഃഖം, 18 വർഷത്തെ ആ ഒരു മുഖം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിന്നുകൊണ്ടേയിരിക്കുക. ലാസ്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഏപ്രിൽ 12 മതി, ഇതിലേക്ക് അയക്കേണ്ട പറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതിലും കൂടും, ചിലപ്പോൾ 100 കോടിയിലൊക്കെ എത്തും. അത്രയും ഒരു ജനങ്ങൾ ഏറ്റെടുത്തു, നമ്മളെ അനിയനെയും ഉമ്മാനെയും ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്ദി കടപ്പാടും അത് മരണം വരെ ഉണ്ടാവും. അത് റഹീമിൻ്റെ വിഷയത്തിൽ നമുക്ക് ആരോടും ഒന്നുമില്ല, നന്ദിയും കടപ്പാടും മറക്കാൻ കഴിയില്ല. അത് ഉമ്മാനോടും പറയണ്ടേ, നമ്മൾ കുടുംബത്തോടും പറയണ്ടേ, നമ്മൾ മരണശേഷം ചെയ്യില്ല. ആ റഹീമിൻ്റെ വിഷയത്തിൽ എന്തും എപ്പോഴും നമ്മൾ ഇവരോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ നമ്മളെ സഹായിച്ചവരും സഹകരിച്ചവരും എല്ലാവരും, ഈ സോഷ്യൽ മീഡിയ ആയാലും ഈ ചാനലേഴ്സ് ആയാലും യൂട്യൂബേഴ്സ് ആയാലും എല്ലാവരും. ഉച്ചയോടുകൂടിയാണോ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുക? അതെ, ഒരു ഏകദേശം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഈ 18 വർഷത്തിൽ നമുക്ക് കേസ് വിളിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നത് ഏകദേശം ഒരു 11 മണിക്ക് കേസ് എടുത്താൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരൽ റിപ്പോർട്ട് കിട്ടുന്ന ഒരു 1 മണി 2 മണിയോട് കൂടിയാണ് ഉണ്ടാവൽ. അങ്ങനെ ഉണ്ട്, സാധാരണ ഉണ്ടാവൽ. ഇനി ഇന്നത്തെ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു മണിക്ക് ശേഷമായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഒരു പ്രതീക്ഷ. ഇവിടെ അഭിഭാഷകരൊക്കെ അതത് സമയം വിവരങ്ങൾ അറിയിക്കുന്നുണ്ടാവില്ലേ? അപ്പം തന്നെ അറിയിക്കും. അങ്ങനെ വെച്ചാൽ കോടതിയിൽ നിന്ന് ഇത് കഴിഞ്ഞ അപ്പം കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ ഫോണൊന്നും കൊണ്ടാകത്തോണ്ട്. അപ്പോൾ അതിന് ശേഷം ടൈം പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇന്നത്തെ എനിക്ക് പറയാൻ പറ്റില്ലോ, ഞാൻ പറഞ്ഞിട്ട് ഇനി തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. കഴിഞ്ഞ സിറ്റിംഗ് വരെ നമുക്ക് 2 മണിയോടുകൂടിയാണ് വിവരങ്ങൾ കിട്ടിയത്. ഒരു അനുകൂല വിവരം
കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളും. അതെ അതെ അതെ, എന്തായാലും അനുകൂലം തന്നെയാണ്. കാരണം അവിടുത്തെ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് പഠിക്കാൻ കഴിഞ്ഞത് ഇതാണ്. അവിടെ എന്താ പറയുക, പ്രൈവറ്റ് ഇത് റദ്ദ് ചെയ്തോടുകൂടി അവസാനിച്ചു. ഇനി ഗവൺമെൻറ് ഇതിൽ പറഞ്ഞാൽ ചിലപ്പോൾ 5 അല്ലെങ്കിൽ 6 7 വർഷം ഒരു ശിക്ഷ ഉണ്ടാവും. അതിപ്പോൾ ഈ 18 വർഷം അനുഭവിച്ചത് കൊണ്ട് അതും ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവനക്ക് റിലീസ് ഓർഡർ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഉമ്മ ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ, ഒന്ന് ചിരിച്ച മുഖം ഒന്ന് കാണട്ടെ. ഒരു മടിവ അവിടെ ചിരിച്ചൊക്കെ വന്നതാണ്. ഇനി ചിരിക്കാൻ കൊണ്ട് വന്ന് കയറിയാലോ ചെയ്ത് വന്നിപ്പോൾ നമ്മൾ വന്ന് കയറിയിട്ടുള്ളൂ. ആ ഒരു ക്ഷീണം ഉറങ്ങിയിട്ടില്ലല്ലോ. ഒക്കെ വന്ന് കണ്ടിട്ടൊക്കെ ഇനി നിങ്ങളും വരും അല്ലെങ്കിൽ ഇതേമാതിരി കാണാൻ ഓരിനി ഇവിടെ ചിപ്പിച്ചൊക്കെ കാണാൻ പെട്ടെന്ന് ഭക്ഷണം എത്തി കിട്ടട്ടെ. ഓനെ ഒന്ന് വന്ന് കണ്ടാൽ മതി അല്ലേ? എന്തില്ല പോയി കണ്ടതുകൊണ്ടിട്ടല്ലല്ലോ, ഒന്ന് കാണണ്ടേ, എത്തി കിട്ടട്ടെ. ഏതായാലും കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച നിയമസഹായ സമിതിയുടെ ആളുകളെ അല്പസമയത്തിനകം വീട്ടിലേക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അനുകൂല തീരുമാനം, മോചന ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോരുത്തരും ഉള്ളത്.